സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിനോട് വില ചൊല്ലിയതിനു ശേഷം ഒരാഴ്ച വീണ്ടും ഒരു സാധാരണ ദിവസങ്ങളിലേക്ക് ജീവിക്കുവാനുള്ള അനുമതി റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. റമദാനിലൂടെ നാം ചെയ്ത അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ നാം നടത്തിയ കഷ്ടപ്പാടുകൾ ഫലവത്തായിട്ടുണ്ടോ എന്നറിയാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ആഴ്ച തന്നെ ഒരു അളവോളം വലിയ കാരണമാണ്, അളവ് കോലാണ്. യഥാർത്ഥത്തിൽ നാം ആലോചിക്കേണ്ടത്, വിശുദ്ധ റമദാൻ വന്നപ്പോൾ വളരെ കഷ്ടപ്പെട്ടും പണിയെടുത്തും നാം നെയ്തുകൂട്ടിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, തുടങ്ങിവെച്ച ഒരുപാട് നന്മകളുണ്ട്, ഒഴിവാക്കിയ ഒരുപാട് തെറ്റുകളുണ്ട്. അതൊക്കെ അതേപടി തന്നെ തുടർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായൊരു വിലയിരുത്തൽ വളരെ ഗൗരവത്തിൽ നടത്തേണ്ട സമയമാണിപ്പോൾ. റമദാനെ പോലെ തന്നെ അതേപോലെ തന്നെ കൊണ്ടു നടക്കാൻ ഏതായാലും നമുക്ക് കഴിഞ്ഞുകൊള്ളുന്നുണ്ടാവില്ല. കാരണം റമദാൻ എന്ന് പറയുമ്പോൾ ഒരല്പം കൂടുതൽ നന്മ ചെയ്യുവാനുള്ള വല്ലാത്ത അവസരമാണ്. നാം ആ നിലക്കൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ സമ്പൂർണമായിട്ടും ഒരു മുറിഞ്ഞു പോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സഹോദരങ്ങളെ നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. നാം തുടങ്ങി വെച്ച നന്മകൾ വീണ്ടും തുടർത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തെറ്റ് ഒഴിവാക്കി പലതും അതിലേക്ക് റമദാൻ കഴിഞ്ഞ് ഉടനെ തന്നെ വേഗത്തിൽ നമ്മൾ ചെന്നെത്തിയിട്ടുണ്ടോ? ആ ചതിക്കുഴിയിൽ, ആ ചളിക്കുളത്തിലേക്ക് വീണ്ടും നമ്മൾ പതിയെ പതിയെ നടന്നെടുത്തിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് ഒരു പരലോക വിജയമാണല്ലോ. വിജയം എന്ന് പറയുമ്പോൾ ദുനിയാവിൽ വിജയമൊന്നല്ല. ദുനിയാവിൽ ഇപ്പൊ എന്തെല്ലാം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ദുനിയാവിൽ വിജയിച്ചവരാണ്, സക്സസ്ഫുൾ മാൻ ആണ് എന്നൊക്കെ നമ്മളെ കുറിച്ച് പറഞ്ഞാലും അതൊക്കെ ആ മലക്കുൽ മൗത്ത് സംഘം വരുന്നത് വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു ജീവിതമുണ്ട്. അവിടെ ജയിക്കലാണല്ലോ യഥാർത്ഥത്തിലുള്ള വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആമുഖമായി കൊണ്ട് സൂറത്തുൽ ഹശ്ർ 20 ഓതി വെച്ചത് അതാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗ്ഗാവകാശികളും നരകാവകാശികളും തുല്യരല്ല എന്നാണ്. ആരാ സ്വർഗ്ഗാവകാശികൾ? വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ എന്നാണ്. അവരാണ് യഥാർത്ഥത്തിൽ വിജയം എന്നാണ്. സഹോദരങ്ങളെ, വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം കിട്ടിയാലും ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ആ സ്വർഗം കിട്ടുന്നത് വരേക്കും നമ്മുടെ പ്രവർത്തനം അത് നിലക്കാൻ പാടില്ല എന്നാണ് ഇത്തരത്തിലുള്ള ആയത്തുകളെല്ലാം നമ്മളെ ധൈര്യപ്പെടുത്തുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിജയത്തിലേക്ക് അടുക്കണമെങ്കിൽ ഒരുപാട് കാതങ്ങൾ ഇനിയും നമുക്ക് താണ്ടാനുണ്ട്, ഒരുപാട് യാത്രകൾ ഇനിയും നമുക്ക് നടത്താനുണ്ട്. കേവലം ഒരു റമദാനിൽ 29-30 ദിവസത്തെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല സ്വർഗം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എന്തിനാണ് അള്ളാഹു നമുക്ക് ജീവിതം നൽകിയത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് നമ്മളെ കൊണ്ടുവന്നതാണ്. ഈ ലോകത്തൊരു ദിവസം നമ്മൾ ജീവിക്കുന്നുണ്ടോ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞ നിർബന്ധവും ഐച്ഛികമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ? നമ്മൾ കൈകൾ കെട്ടിയിട്ട് റഹ്മാനായ റബ്ബിനോട് ആമുഖമായി കൊണ്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്താ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ നിസ്കാരം മാത്രമല്ല, എന്റെ ബലി അർപ്പിക്കൽ മാത്രമല്ല, എന്റെ ജീവിതം പോലും അല്ലാഹ് നിനക്കാണ്. ഞാനൊരു മരിക്കുന്നുണ്ടോ അത് നിനക്ക് വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, എന്റെ ജീവിതം പോലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എന്നെന്നും പ്രഖ്യാപിക്കുന്ന നമ്മളാ സഹോദരങ്ങളെ ഏതെങ്കിലും റമദാൻ മാസം വരുമ്പോൾ മാത്രം പരിമിതപ്പെടുത്തൊരു ദുരവസ്ഥ നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊക്കെ നല്ല നിലക്ക സ്വർഗത്തിലേക്ക് ആദ്യ അവസരത്തിൽ തന്നെ കടക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വലിയൊരു അവസരമാണ് റമദാൻ, എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ റമദാൻ പരിപൂർണമായി കൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ ശിഷ്ടകാല ജീവിതത്തിൽ എന്ത് നമ്മുടെ കൈകളിൽ ബാക്കിയുണ്ട് എന്ന് ശക്തമായ രൂപത്തിൽ ഒന്ന് പുനരാലോചിച്ചേ പറ്റൂ എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം തുടങ്ങി വെച്ച ഒരുപാട് നന്മകൾ, നിസ്കാരത്തിലെ കണിശത, അത് ഇനിയും കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. റമദാനിൽ നമ്മളെ വീക്ഷിച്ച റഹ്മാനായ റബ്ബ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാനിൽ നമുക്ക് കൂലി തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് തന്നെയാണ് ഇനിയും കൂലി തരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. റമദാനിൽ പല കാര്യങ്ങളും നിർബന്ധമാക്കി അതേ റബ്ബ് തന്നെയാണ് അതേ സ്വരത്തിൽ ഇപ്പോഴും ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സീസൺ ഭക്തി എന്നതൊരു വിശ്വാസിക്കില്ല. റമദാൻ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിനൊന്ന് ഇതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളൊക്കെ ഒന്ന് മാറ്റാനും കുറച്ചുകൂടി നമ്മുടെ ഈമാനൊക്കെ ഒന്ന് പുതുക്കാനും വേണ്ടി അവസരമാണ്. അതെന്തിനാ? അത് ശിഷ്ടകാല ജീവിതത്തിൽ അതിന്റെ അസറുകൾ, അതിന്റെ ശേഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവർക്കാണ് സഹോദരങ്ങളെ കഴിഞ്ഞ കാലം ഒരു മാസക്കാലത്ത് അധ്വാനം ഫലപ്രദമായിട്ടുള്ളൂ എന്നാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് നാം തുടങ്ങി വെച്ച എല്ലാ നന്മകളും അത് വറ്റാതെ, ആ ഉറവ് ഒരിക്കലും വറ്റിപ്പോകാതെ വീണ്ടും കുറച്ചെങ്കിലും അതിൽ നിന്ന് വന്നേ പറ്റൂ. എന്നും രാത്രി 11 റക്അത്ത് നിസ്കരിച്ച് നമുക്കൊരു 3 റക്അത്ത് സുഹൃത്തുക്കളെ കൊണ്ടടക്കാൻ എന്തേ പ്രശ്നം? അത് ഈ ദിവസത്തിലാണ് നമ്മൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ദിവസം നമ്മൾ ജീവിച്ചപ്പോഴേക്കും അത് കയ്യിൽ നിന്ന് പോയോ? നമ്മൾ ആലോചിക്കുകയും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ?
ഈ 10ഉം 20ഉം പേജൊക്കെ ഓതാതെ ടാർഗറ്റ് പൂർത്തിയാക്കാതെ ഉറക്കം വരാതെ നമുക്ക് ഒരു 5 പേജെങ്കിലും ഒരു ദിവസം ഓതാൻ എന്താ സഹോദരങ്ങളെ തടസ്സം? ഒരു 3 മാസം ആകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കാൻ പറ്റും, 4 മാസം കഴിയുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കാൻ പറ്റും. നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണെന്നാണ്. അതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. 7 മിനിറ്റ് മതി. 7 മിനിറ്റ് 5 പേജ് ഓതാൻ മാക്സിമം 7 മിനിറ്റ് മതിയാവും. ശരിക്കും ഒരു 7 മിനിറ്റ് കൊടുക്കാൻ പറ്റും. അതൊക്കെ ആലോചിച്ചാൽ തന്നെ പടച്ചവന്റെ തൗഫീക്ക് തരുള്ളൂ. അതുകൊണ്ട് ആലോചിച്ചാൽ തന്നെ തരുള്ളൂ. ഒഴിവാക്കിയില്ലേ നമ്മൾ പലതും, ചുണ്ടത്തിനെടുത്ത് മാറ്റിയില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് വെക്കണ്ട, തിരിച്ചു വെക്കണ്ട. നമ്മൾ നീട്ടിയ താടിയുണ്ടല്ലോ, അതുകൊണ്ട് വളരട്ടെ എന്ന് എനിക്ക് പറയാം. അതുകൊണ്ട് നാം നേടിയെടുത്ത എല്ലാ നല്ല ശീലങ്ങളും പൊടുന്നതിന് അവസാനിക്കുക, സ്വിച്ചിട്ട പോലെ അവസാനിക്കാതെ അതിന്റെ ഒരു ഉറവ വറ്റാതെ ഇനിയും കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിച്ചു എന്നതിന്റെ ചില അടയാളങ്ങളാണെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തുടർത്തണം എന്നാ പറയാനുള്ളത്. എന്തൊക്കെ നന്മകളാണ് നാം ചെയ്തത് അത് ഇനിയും തുടർത്താൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങളെ ചില്ലറ പ്രതിഫലം നാമല്ല നമ്മളെ കാത്തിരിക്കുന്നത്. കർമ്മങ്ങൾ തുടർത്താൻ നമുക്ക് തയ്യാറാണോ? അതിനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? അറിയുക നിങ്ങൾ അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ. ഒന്നെന്താണെന്നറിയോ? അള്ളാന്റെ ഇഷ്ടം നേടാൻ കഴിയുന്നതാണ്. അള്ളാന്റെ ഇഷ്ടം നേടാൻ കഴിയുന്നതാണ്. അതിൽ കൂടുതലൊന്നും വേണ്ട സുഹൃത്തുക്കളെ. എത്രയാണ് നമുക്ക് കഴിയുക അത് സ്ഥിരമായി ചെയ്താൽ മതി എന്നാണ്. ഈ സ്ഥിരമായ അമലുകൾ ചെയ്യുന്നവരെയാണ് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമെന്ന് അള്ളാഹ് റസൂൽ പറയും. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്നറിയോ? എന്തെങ്കിലും സമയം വരുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ചെയ്തു അത് കഴിയുമ്പോൾ സ്വിച്ചിട്ട് പോലെ നിൽക്കുന്നതിനെ കുറിച്ചല്ല റബ്ബിന് ഇഷ്ടം. കുറച്ചാണെന്നുണ്ടെങ്കിലും അത് സ്ഥിരമായി കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയോ? അതാണ് റബ്ബിന് ഇഷ്ടം എന്നാണ്. ഒരു 3 റക്അത്ത് എല്ലാ ദിവസവും 11 റക്അത്ത് നിർവഹിക്കാൻ കഴിയില്ല. എന്നൊരു 3 റക്അത്ത് കൊണ്ടുനടക്കാൻ പറ്റും, അതെനിക്ക് പറ്റും എങ്കിൽ അതാണ് റബ്ബിന് ഇഷ്ടം എന്നാണ്. ഒരു 5 റക്അത്ത് കൊണ്ടുനടക്കാൻ പറ്റും, അതാണ് റബ്ബിന് ഇഷ്ടം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു തുടർച്ച അല്പമാണെങ്കിലും സ്ഥിരമായി കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഉടമകളാകുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് ചെറിയൊരു തുടർച്ച നമുക്ക് കിട്ടുമ്പോഴേക്കും അള്ളാന്റെ ഇഷ്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നതാണ്. അള്ളാന്റെ ഇഷ്ടം കേടുമ്പോൾ പിന്നെ നമുക്ക് എവിടെ പോകാൻ? സ്വർഗത്തിൽ തന്നെയല്ലേ. ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ എന്നാണ്. അള്ളാന്റെ ഇഷ്ടമിത്രങ്ങളെ അള്ളാഹ് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ തുടർച്ച വേണമെന്ന് പറയുമ്പോഴേ നമ്മളെ കാത്തിരിക്കുന്നത് അള്ളാന്റെ ഇഷ്ടമാണ് എന്ന സന്തോഷ വാർത്ത നമ്മൾ അറിയുക. മറ്റൊന്നെന്താ അറിയും? ഈ കർമ്മങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരമൊക്കെ സുഹൃത്തുക്കളെ ഏത് സമയത്തും എന്തും പണി മുടക്കൂലേ അല്ലേ? ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നാൽ മതി, പടച്ച നമുക്ക് ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ആർക്ക് പറയാൻ പറ്റും? ഇനി നീ കിടപ്പിൽ അങ്ങനെ കിടക്കേണ്ടി വരുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അത് നമ്മളെ കാക്കുമാറാകട്ടെ. പക്ഷേ എന്താ ഒരു മെച്ചറിയോ? നമ്മളെല്ലാ കർമ്മങ്ങളും സ്ഥിരമായിട്ട് ആയുസ്സുമാരികളിടത്തോളം നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ അതിനുള്ള ചാൻസ് ഇല്ലാതെയായി കഴിയാന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ രോഗം വന്നിട്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടായിരിക്കാം. പിന്നെ ആ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴും ചെയ്തവന്റെ അതേ കൂലി കിട്ടുന്ന സുഹൃത്തെ പറയണത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മലക്കുകളോട് ഒരു അള്ളാന്റെ അടിമ ഒരു രോഗിയാകുമ്പോൾ മലക്കുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഓർഡറാണ് ഉക്തുബൂലി അബ്ദി, മലക്കുകളെ എന്റെ അടിമക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കണം എന്നാണ്. എന്ത് എത്ര ഞാനിനി അവനിക്ക് ആഫിയത്ത് തിരിച്ചു കൊടുക്കുന്നത് വരേക്കും അവൻ നല്ലപ്പം കാലത്ത് എന്തൊരു അവസ്ഥയിലാണോ ആ കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നത് അതേ കൂലി ആ മനുഷ്യർക്ക് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ മരിപ്പിക്കുന്നത് വരെയൊക്കെ എഴുതിക്കൊന്നാണ്. അതൊരു റമദാനിക്കാണ് നിർത്തിവെച്ച ഈ തൗഫീഖൊന്നും കിട്ടൂല. റമദാനോട് കൂടെ ഒക്കെ സ്വിച്ചിട്ട പോലെ നിർത്തിയാലേ ഈ ഗണത്തിൽ നമ്മൾ പെടൂല. അതുകൊണ്ട് സഹോദരങ്ങളെ തുടർച്ച എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്ത ഭാഗ്യന്മാരാണ്. റബ്ബ് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാണ്. മറ്റൊന്നെന്താ അറിയോ? ശുഭസൂചനയാണെന്ന് പറഞ്ഞു. ശുഭസൂചനയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അമലുകൾ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അവസ്ഥയാണെന്ന്. കാരണം എന്താ? അള്ളാഹു റസൂൽ പറയും, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു എന്ന് പറഞ്ഞു, അവനാണ്ട് ഉപയോഗിക്കും ഖബല മൗതിഹ, അവന്റെ പിന്നെ മരണത്തിന് മുമ്പ്. അല്ലാഹു റസൂലിനോട് ചോദിച്ചു എങ്ങനെയാണ് പദവിച്ചു? യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ സുമ്മ യഖ്ബിദുഹു അലൈഹി, അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിന് കൊടുത്തുകൊടുക്കുന്നതാണ്. എന്നിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് റഹ്മാൻ ഇറങ്ങി പിടിച്ചുകൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുന്നതാണ്. അപ്പൊ മരണം വരെയും നന്മയിൽ തുടരാൻ പറ്റാന്നുള്ളത് സുഹൃത്തുക്കളെ വല്ലാത്തൊരു തൗഫീഖാണ്. അതൊക്കെ ബോധപൂർവ്വം നഷ്ടപ്പെടുത്തിയാൽ ഇനി അടുത്ത റമദാനാകുമ്പോൾ കാണാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ വല്ലാത്ത വിഡ്ഢിത്തരമാണ് എന്നാണ് സൂചിപ്പിക്കുക. മറ്റൊന്നെന്താണെന്നറിയോ? ഈ പൊതുവേ ആളുകൾ അല്ലേ, ഇപ്പോൾ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 1000കണക്കിന് 10000കണക്കിന് ആളുകൾ ഈ മഹലിൽ തന്നെ ഉണ്ടാകും. മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ അശ്രദ്ധയിലാണ് സുഹൃത്തുക്കളെ, അശ്രദ്ധയിലാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൽമ് കേൾക്കാനുള്ള തൗഫീഖ് പോലും ആ സാധുക്കൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഓൽക്കൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ തുടർത്തണല്ലേ എന്ന അറിവ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളോ ഇന്ന് ഈ പള്ളിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോ ഈ റമദാനൊക്കെ ചെയ്തു കൂട്ടിയതൊക്കെ എന്തെങ്കിലും ഫലത്തിൽ പെടണമെന്നുണ്ടെങ്കിൽ അത് ഇനിയും കൊണ്ടുനടക്കണല്ലോ എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അങ്ങനെ ഉള്ളതാണ് അത്ര പഠിച്ചു. എനിക്ക് ഇഷ്ടം ഒരു അറിവ് നമുക്ക് കിട്ടിയില്ലേ? ഈ അറിവ് പോലും കിട്ടാത്തവരുടെ സുഹൃത്തുക്കൾ നമ്മുടെ മഹലിൽ ഇല്ലേ? എത്ര സാധുക്കളുണ്ട്.
അതുകൊണ്ട് അവർക്ക് അറിവ് കിട്ടിയില്ല, കിട്ടാത്തവരെ നമ്മളും ഒരുപോലെയാകരുത്. അതുകൊണ്ട് എന്താണെന്നറിയോ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹാഭൂരിഭാഗം വരുന്ന ആളുകളും അശ്രദ്ധയിലായിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു കൂട്ടം ആളുകൾ ആ നന്മകളൊക്കെ കൊണ്ടടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആളുകൾ പൊതുവെ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന അത്രയും കൂലിയുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ടുനടന്നോളി, ആത്മാർത്ഥമായി കൊണ്ടുനടന്നോളി. റമളാനിലൂടെ നാം നേടിയ തഖ്വയുടെ ഓഹരി ഇൻഷാ അല്ലാഹ് മനസ്സ് തട്ടിയിട്ട് പറയാൻ വേണ്ടി റമളാൻ എന്നെ മാറ്റിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ തെറ്റിക്ക് ഞാൻ പിന്നെ പോയോ കിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന് ചെറുതും നല്ല കൂലി എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹ് പറഞ്ഞതായിട്ട് എന്താ, യാ ഇബാദി, അള്ളാഹ് വിളിച്ചു പറയാണ് എന്ത്, ഇന്നമാഹി അഅ്മാലുക്കും ഉഹ്സിഹാ ലക്കും, നാം നിർവഹിച്ച കർമ്മങ്ങളൊക്കെ നാളെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പറയാണ്, ദാ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കിയിട്ടുണ്ട്. സുമ്മ ഉവഫീകും ഇയ്യാഹ, ഇതൊക്കെ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃത്തുക്കളെ ഒരു അമലും നമ്മിൽ നിന്നും അകാരണമായി കൊണ്ട് നശിപ്പിക്കൂല. നമ്മൾ കൊടുത്ത സ്വതക്ക എത്ര നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റമളാൻ നമ്മൾ കുറെ കൊടുത്ത് റബ്ബ് സ്വീകരിക്കട്ടെ, ആർക്കെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ റബ്ബിന്റെ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അതിന് ഒരു ഉറുപ്പ്യാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് 10 പടച്ചു സ്വീകരിച്ചു, അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ പാടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാളെ നമ്മളെ കൈകൾ തരുന്നതാണ്. എന്നിട്ട് പിന്നെ പറയുന്ന വാക്കെന്താണെന്നറിയോ, ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്, ആ സമയത്ത് ആർക്കെങ്കിലും നല്ല നിലക്ക് അൽഹംദുലില്ലാഹ് എന്ന് പിന്നെ പറയത്തക്ക രൂപത്തിൽ ഖൈറുകൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ എന്നാണ്. വമൻ വജദ ഗൈറ ദാലിക, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കർമ്മങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും അതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ അവനെ തന്നെ പഴിച്ചാൽ മതിയെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഭാഗത്താണ് എഫേർട്ട് വരേണ്ടത്, നമ്മുടെ ഭാഗത്താണ് പണിയെടുക്കേണ്ടത്, നമ്മുടെ ഭാഗത്താണ് നിയ്യത്ത് വരേണ്ടത്. സഹോദരങ്ങളെ, അങ്ങനെ റഹ്മാനായ റബ്ബിനോട് ചോദിക്കാൻ പറ്റണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അമലുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ചില കാരണങ്ങൾ ഉണ്ടെന്നാണ്. ആത്യന്തികമായി നമുക്ക് അറിയാൻ കഴിയുക പരലോകത്തെത്തുമ്പോഴാണ്. റബ്ബ് നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ പണ്ഡിതന്മാർ ചില ലക്ഷണങ്ങൾ പറഞ്ഞു, ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടോ ഇല്ലെന്ന് ഇപ്പൊ നല്ലോണം ആലോചിച്ചോളൂ. ഒന്നെന്താണെന്നറിയോ, ഒന്ന് അദ്മുർ റുജൂഇ ഇല ദംബി ബഅദ ത്വാഅ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നന്മ ചെയ്തതിനു ശേഷം ബോധപൂർവ്വം ഒരു തിന്മയിലേക്ക് ബോധപൂർവ്വം പോകുക എന്നുള്ളതാണ്. ബോധപൂർവം പോകാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്മ ചെയ്തത് റബ്ബ് സ്വീകരിക്കുന്ന ലക്ഷണങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലെ, റമളാനിൽ ആ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഒരു പേടിയും ബേജാറും ഉണ്ടായിരുന്നു നമുക്ക്. ആ പേടിയും ബേജാർ എപ്പോഴും നമുക്ക് ഉണ്ട്, നമ്മൾ ആലോചിച്ചാൽ മതി. അല്ലെ, ഒരു തെറ്റിലേക്ക് ചെയ്യാൻ പോകുമ്പോൾ റമളാൻ മാസത്തിൽ നമ്മുടെ മനസ്സിൽ ഇടങ്ങറുണ്ടായിരുന്നു. ആ ഇടങ്ങറിന്റെ ഒരു കണിക എപ്പോഴും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചോളിനാണ്. അതും റുജൂഇല ദംബ്, അവൻ പിന്നീട് തെറ്റിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. മനുഷ്യന്മാരാണ്, എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റുകൾ സംഭവിച്ചു പോകും. ശ്രദ്ധിക്കണം, സംഭവിച്ചു പോകും. പക്ഷേ അല്ലാഹ് പറയാണ്, വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിൽ തുടരൂല എന്നാണ്. അത് കഴിഞ്ഞിട്ട് വേണം മറ്റേ ചെയ്യാൻ, അവിടെ പോയിട്ട് വേണം അത് കാണാൻ, ഇന്ന് നോക്കിയിട്ട് വേണം ഇന്നോടത്ത് പോയിട്ട് വേണം അത് ഇന്നതെന്ന് ആസ്വദിക്കാൻ എന്ന ബോധപൂർവ്വം ഒരു തെറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അൽഹംദുലില്ലാഹ് പിന്നെ നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും അങ്ങനെ പോയിക്കോളും. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ആലോചിച്ചോളൂ. രണ്ടാമത്തെ കാര്യം എന്നറിയോ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നതിന്റെ കാരണങ്ങൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം അൽ വജൽ വൽ ഖൗഫു മിൻ അദ്മിൽ ഖബൂലി അൽ അമൽ, എത്ര ചെയ്താലും പടച്ചവനൊക്കെ സ്വീകരിക്കുമോ എന്നൊരു പേടിയും ബേജാറും ഉണ്ടോ എന്നല്ലോണം ആലോചിച്ചു. ആ പേടിയും ബേജാറും ഉണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് പറയുന്നത് വല്ലദീന യുഅ്തൂന മാ അതൗ, അവർ എല്ലാം കൊടുക്കാനുള്ളൊക്കെ കൊടുക്കുന്നതാണ്, ചെയ്യേണ്ട ബാധ്യതകളൊക്കെ നിർവഹിക്കും. പക്ഷേ വഖുലൂബുഹും വജില, അപ്പോഴും അവരുടെ മനസ്സിൽ വല്ലാത്തൊരു പേടിയും ബേജാറുണ്ടെന്നാണ്. അപ്പൊ നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അവരുടെ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ ഇവർക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ മുമ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടാണോ? അങ്ങനെയാണോ? അല്ല ആയിഷ, ഓലൊക്കെ ക്ലിയർ ആണ്, അവരെല്ലാം ഉഷാറാണ്. പിന്നെന്താ അറിയോ, അവർക്ക് ആകളെ പേടി എന്താ അറിയോ, അല്ലാ യതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് പടച്ചറബ് സ്വീകരിക്കുമോ എന്നുള്ള ഭയാണെന്നാണ്. സഹോദരങ്ങളെ, ചെയ്യാനേ കഴിയുള്ളൂ. പടച്ചവനെ സ്വീകരിക്കുമോ, പടച്ചവന്റെ ആത്മാവ് സ്വീകരിച്ചിട്ടുണ്ടാകോ എന്ന ഒരു പേടി ഉള്ളിലുണ്ടോ? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളി എന്നാണ്. സഹോദരങ്ങളെ, ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന് തെളിവായിക്കൊണ്ട് പറഞ്ഞു. മറ്റൊന്നെന്താ അറിയോ, മൂന്നാമത്തെ കാര്യം അത്തൗഫീഖു ഇലാ അഅമാലിൻ സ്വാലിഹത്തിൻ ബഅദഹ, ഒരു നന്മ ചെയ്തിട്ട് പിന്നെ നമുക്ക് നന്മകൾ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടോ, ഒരു പൂതി ഉണ്ടോ, ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത് തൊട്ടുമ്പ് ചെയ്താൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള അടയാളാണെന്നാണ്. റമളാൻ കഴിഞ്ഞിട്ടി അങ്ങനെയാണോ നമുക്ക് തോന്നിയത്? നല്ലോണം ആലോചിച്ചോളൂ സുഹൃത്തുക്കളെ, അതവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ള അടയാളാണെന്നാണ്. അതല്ല, അത് കഴിഞ്ഞിട്ടും പിന്നെ 6 നോമ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഗൗരവപ്പെട്ട ചർച്ച ഉണ്ട്. ഇപ്പൊ കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിൽ ഇൻഷാ ഞാനത് വേഗത്തിൽ നോറ്റ് വീട്ടും എന്നൊക്കെ ഒരു തീരുമാനം നമുക്ക് ഉണ്ടോ? നമ്മൾ പള്ളിക്ക് കയറിയപ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച ആ മുസ്ഹഫ് ഒക്കെ ഇപ്പോഴും ഉണ്ട്, അത് പൊടി പിടിച്ചിട്ടൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞോ? ഇപ്പോഴും ഞാൻ 5 പേജ് ഓതുന്നുണ്ട്, 10 പേജിൽ ഓതുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ? അൽഹംദുലില്ലാഹ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അമലുകൾ സ്വീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായി കൊണ്ടെന്നാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പിന്നെ മറുപുറം നമ്മൾ ആലോചിക്കണം.
ഇതൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ മിസ്സാകുണ്ട് എന്നുള്ളത് നമ്മൾ നല്ലോണം ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത്. അല്ലാഹുവേ, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് ഇനിയും തരണം, ആ തെറ്റുകളൊക്കെ ഒഴിവാക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണം. എത്ര പ്രാർത്ഥനകൾ അറിയുള്ളൂ. അല്ലാഹുവേ ഇജ്അലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ. അല്ലാഹുവേ, എന്റെ ജീവിതം മുഴുവനും ഓരോ ദിവസവും പടച്ചോനെ നന്മയിൽ വർധനവുള്ള ദിവസമാക്കി തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലി വഫിഅൽ. എത്ര മനോഹരമായ പ്രാർത്ഥന ആലോചിക്കും പടച്ചോനെ. എനിക്ക് എന്നോട് എപ്പോഴും ചോദിക്കാനുള്ളത് റമളാൻ മാത്രമല്ല, റമളാൻ ഞാനൊന്ന് മുറുക്കിയെടുത്ത് ചോദിച്ചു, റമളാൻ ഞാനൊന്ന് ആറ്റിക്കുറുക്കി ചോദിച്ചു, അതിനുവേണ്ടി ഞാനൊന്ന് എഴുത്തികാഫിരുന്നു, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ നിർത്തണില്ല, എനിക്ക് ഇനിയും ചോദിക്കണം. തന്നെയാണ് പടച്ചോനെ, എനിക്ക് ആ സ്വർഗം തന്നെ പറ്റൂ, ഇതിന്റെ ഒരു ആവശ്യമാണെന്നാണ്. ഒരു സെക്കൻഡ് പോലും പടച്ചോനെ നീ ഒരുക്കി വെച്ച ശിക്ഷകളുടെ കോട്ടയായ ശിക്ഷയുടെ പരദീസയായ പടച്ചോനെ ആ നരകത്തിലേക്ക് ഇന്നെ കൊണ്ടുവല്ലേ അല്ലാ. എനിക്ക് എന്നോട് ചോദിക്കാനുള്ള സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വാക്കും പ്രവർത്തനങ്ങളും നിലപാടുകളും ആദർശ കണിശതൊക്കെ കൊണ്ടിറക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് തരണേന്നാണ്. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കണം തന്നെ പറയണം. മറ്റൊന്നെന്താ അറിയോ? ഒരടയാളം ഇസ്തിസ്ഗാറുൽ അമലി വഅദ്ബുൽ ഉജുബി വൽ ഖുറൂർ ബിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കർമ്മങ്ങൾ ചെയ്താലും ഒന്നും ആയിട്ടില്ല എന്നൊരു മനോഭാവം ഉണ്ടാകുന്നതാണ്. അമലുകൾ സ്വീകരിക്കപ്പെടുന്നവരുടെ അവരുടെ മനോഗതിക്കിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതല്ല, കുറച്ചുകൂടി ചെയ്യുമ്പോഴേക്കും ഇപ്പൊ അത്യാവശ്യം അയക്കണം, ഇനിയിപ്പോ കുറച്ചൊന്നും അങ്ങോട്ട് പിടുത്തമിട്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ കണ്ടമാനം സ്വതക്കം കൊടുത്തുകൊണ്ട് ഇനിയിപ്പോ ഒരു മാസം ചവിട്ടി പിടിച്ചാലും വലിയ വിഷയമില്ല. അങ്ങനൊന്നല്ല. അത് നമുക്ക് ആ വാരിക്കോരി കൂലി തരുന്ന സമയത്ത് നമ്മൾ കുറേ ചെയ്തു, അതേ ഒരുപാട് നമ്മൾ ചെയ്തു, ഇനി നമ്മൾ ചെയ്യണം. അതെപ്പോഴാ ചെയ്യാൻ പറ്റുക? ഞാൻ ചെയ്തതൊന്നും ആയിട്ടില്ല എന്ന് തോന്നുമ്പോഴാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ഉജുബ് നമ്മളെ സംബന്ധിച്ച് ഞാൻ വലിയ സംഭവം ആയിട്ടുണ്ട് എന്നുള്ളത് തോന്നേണ്ടതില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെട്ടിത്തുറന്ന് തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. നല്ലോണം ആലോചിച്ചോളിയും. വെട്ടിത്തുറന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു വെച്ച് വാചകമല്ല, യദ്ഖുലുൽ ജന്നത അഹദും മിൻകും ബിഅമലി. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും നിങ്ങളുടെ അമലുകൊണ്ട് സ്വർഗ്ഗത്തിൽ എത്തൂലെന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും നിങ്ങൾ ചെയ്തു വെച്ച അമലുകൊണ്ട് സ്വർഗത്തേക്ക് പോകൂലാന്ന്. ഒരു പുരുഷായുസ് മുഴുവനും എല്ലാ കൊല്ലവും അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയിരിക്കണം തന്നെ കൂട്ടുക. ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിയ 83 വർഷമായില്ലേ, അല്ലേ? നമ്മളൊക്കെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനത്തെ അവന്റെ എല്ലാ വർഷവും എനിക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ടുണ്ട്, അത്ര വലിയ കൂലി ഉണ്ടെന്നുണ്ടെങ്കിലും അതെടുത്തുകൊണ്ട് നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാലും സ്വർഗം തിരിച്ചു കൊടുക്കാൻ മാത്രമുള്ള മുതൽ അടുത്ത് ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ എന്താ അറിയുക, നമ്മൾ എത്ര ചെയ്താലും സുഹൃത്തുക്കളെ സ്വർഗത്തിന് തുല്യാവൂല. അപ്പൊ അതൊക്കെ അത് പടച്ചറപ്പിന് തൃപ്തി കിട്ടാനാ കാരണമല്ല. അപ്പൊ തൃപ്തിന് കിട്ടുമ്പോൾ പടച്ച സ്വർഗ്ഗം തരും. അതുകൊണ്ട് ആ തൃപ്തിക്ക് വേണ്ടി ചോദിച്ചോളി, പടച്ചോനെ ചെയ്യാൻ പറ്റുന്നൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ട്, ഇന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. റഹ്മാനായ റബ്ബ് ഇതൊക്കെ നിലനിർത്താനുള്ള തൗഫീഖ് തരണേ. അതുകൊണ്ട് റബ്ബെ സ്വീകരിക്കണേ. അതാണ് നമ്മുടെ മനസ്സുണ്ടാകേണ്ടതാണ്. അങ്ങനത്തെ ഒരു മനസ്സോട് കൂടെ ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാകുമ്പോ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സാധനമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകുന്നല്ലേ നമ്മൾ ഇതിന് ചൊല്ലിയത്. സഹോദരങ്ങളെ, അതൊരു വർത്താനാണ്. ആ സന്തോഷ പുലരിയിലും നമ്മൾ ആവർത്തിച്ച് കണ്ടോരോടൊക്കെ നമ്മൾ പറയണം, ഈദുബാർക്ക് പറയുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ മിൻകുന്ന പറയണം. സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ്. അത് പരസ്പരം അങ്ങോട്ട് പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിനെ വിളിച്ചിട്ട് പറയണം, എനിക്ക് കഅബ പുതുക്കി പണിയെന്നാണ്. അല്ലാഹ് ഡയറക്റ്റ് കൊടുക്കണം ഉത്തരവാദിത്തം. പിറ്റേ ദിവസം മുതലാണ് ചെയ്യാണ്. അത് പടച്ചോൻ പറഞ്ഞല്ലേ, ഡയറക്റ്റ് കിട്ടിയ റിക്രൂട്ട്മെന്റ് അല്ലേ, അത് പടച്ചോൻ സ്വീകരിച്ചോളൂ. അങ്ങനെയല്ല, അവസാനത്തെ കല്ലങ്ങോട്ട് കയറ്റി വെച്ച് വേറൊരു പരിപാടി എടുത്തില്ല എന്നാണ്. അവസാനത്തെ ആ കല്ലങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അവർ പറഞ്ഞ വാചകത്തെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചു സുഹൃത്തുക്കളെ. ഇത് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, ഇത് സ്വീകരിക്കണേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളിൽ തട്ടിയിട്ട് നാം റഹ്മാനായ റബ്ബിനോട് ചോദിക്കുക എന്നുള്ള തന്നെയാണ് സൂചിപ്പിക്കുക. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളെ ആ നിലയ്ക്ക് ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർപ്പെടുത്തുന്ന സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിൽ നാം ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ അതിനുശേഷം നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താകണമെന്നും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യണം എന്നതൊക്കെയാണ് സൂചിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഷാ അല്ലാഹ് ഇസ്തിഖാമത്ത് കിട്ടണം. ഇസ്തിഖാമത്ത് പറഞ്ഞാൽ എന്താ? മരിക്കോളം ഈ നിലയിൽ നമുക്ക് തുടരാൻ പറ്റണം ഇൻഷാ അല്ലാഹ്. അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള ഒരു സന്തോഷം അതിങ്ങനെ കൊണ്ടുനടക്കാൻ നമുക്ക് ഒരു ഈമാൻ ഊർജ്ജമൊക്കെ അത് റമളാനിൽ മാത്രം അനുഭവിച്ച പോരാ, ആദ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ആസ്വദിക്കാൻ പറ്റണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നാണ്. അതെങ്ങനെ കിട്ടുക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എങ്ങനെയാണ് അസ്സബാത്ത് അഥവാ ഒരു ഉറച്ചു നിൽക്കാൻ പറ്റുക? മരിക്കോളം ഉറച്ചിക്കാൻ പറ്റുക. മരിക്കോളം ഉറച്ചിക്കണ്ടേ? ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം എന്നാണ്.
നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് പരിഗണിക്കപ്പെടുന്ന നമ്മുടെ അവസാനം നോക്കിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കോളം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഈമാനിൽ ഇങ്ങനെ പോകാൻ പറ്റണം. അതാർക്കാ പറ്റുക? പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് ഇഖ്ലാസ് ഉള്ളവർക്കാണ്. പിശാചിന് പോലും തൊടാൻ പറ്റാത്ത ആളുകളാണ് ആര്? മുഖ്ലിസീങ്ങളായ അടിമകളാണ്. ഞാൻ അവരെല്ലായിടത്തും കൊണ്ട് പോകാറപ്പോ ആയിക്കോട്ടെ, എന്റെ മുഖ്ലിസീങ്ങളായ അടിമകൾ നമുക്ക് തൊടാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മളെന്താ വേണ്ട? ആ കാറ്റഗറിയിലേക്ക് പെടാൻ നമുക്ക് പറ്റണം. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാകണം. നമ്മൾ എന്തിനാ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? സ്വർഗം കിട്ടാൻ തന്നെ. അതിന്റെ അപ്പുറത്തൊരു വർച്ചാൻ നമുക്കില്ല. അല്ലാഹു പറയാ, പാവപ്പെട്ട ആളുകൾക്കൊക്കെ പിന്നെ പൈസയും അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് വിശ്വാസികൾ പറയാണ്, പിന്നെ എന്താ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരു ഭംഗി വാക്കോ തിരിച്ചെന്തെങ്കിലും ഒന്നും പ്രതീക്ഷിക്കണില്ല എന്നാണ്. എന്ത് മാത്രമാണ്? അള്ളാന്റെ സ്വർഗാണെന്നാണ്. അതിന് കൊതിക്കാൻ പറ്റും നമുക്ക്. ഇതിന്റെ വെട്ടിപ്പൊളിച്ചാണ് ഇഖ്ലാസിന്റെ രക്തം കാണുന്ന സുഹൃത്തുക്കളെ. ഒരാളെയും ബോധിപ്പിക്കാനല്ല, ആരുടെ പബ്ലിസിറ്റിക്കല്ല, 10 പൈസ നേടാനല്ല. നമ്മൾ ചെയ്യണ്ടോ അത് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബിന്റെ ഒരു അണ്ണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണുന്നു പറഞ്ഞ ആ തുലാസിലേക്ക് വെക്കണം. അവിടെ എന്റെ നന്മയുടെ തുലാസ് കനം തൂങ്ങണം എന്ന പരലോകത്തെ ആ ഒരു പ്രതിഫലം മാത്രം ആഗ്രഹിച്ച്, അള്ളാഹുവിന്റെ വജഹ് മാത്രം ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ പ്രിയപ്പെട്ടവർക്ക് കഴിയണം. അതുകൊണ്ട് ഇഖ്ലാസിനെ പുതുക്കിക്കോളി. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരാകണം. റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചോളി. അല്ലാഹുമ്മ ഉർസുഖ്നിൽ ഇഖ്ലാസ ഫിൽ ഖൗലി വൽ അമൽ. പടച്ചവന്റെ വാക്കിലും എന്റെ പ്രവർത്തനത്തിലൊക്കെ പടച്ചവൻ ഇഖ്ലാസിനെ പ്രദാനം ചെയ്യണം. രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഇഖ്ലാസിനെ തരണമെന്ന് പറഞ്ഞോളി. അതാണ് ഫസ്റ്റ് സംഗതി. ഫസ്റ്റ് സംഗതി അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനമൊരുക്കി പ്രാർത്ഥിക്കാൻ തന്നെയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്കുന്ന പ്രാർത്ഥന അറിയാത്ത ഏതെങ്കിലും കുട്ടി ഇവിടെ ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മളൊക്കെ ഓട്ടോമാറ്റിക്കലി പഠിച്ചു സുഹൃത്തെ ആ പ്രാർത്ഥന. അത് ചൊല്ലാനുള്ളതാണ്, അത് മനസ്സ് തട്ടിയിട്ട് ചോദിക്കാനുള്ളതാണ്. അള്ളാന്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒന്നതാണ്, പടച്ചോനെ ഇന്ന് രാവിലെയുള്ള ഈമാൻ ഉച്ചയാകുമ്പില്ല, ഉച്ചയുള്ള ഈമാൻ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. ഉറങ്ങാൻ പോണ സമയത്ത് ഇൻഷാ അല്ലാഹ് അസറിന് പോകണമെന്നൊക്കെ ഉണ്ട്. കടന്ന് കുറച്ച് സുഖം കയറുമ്പോൾ പിന്നെ അസറിന് തലന് പൊന്തണമെന്നുണ്ടെങ്കിൽ കടന്നപ്പോൾ ഈമാനോട് ഉണ്ടാകണം. കടക്കാൻ പോയ സമയത്ത് ഈമാനല്ലേ, അതുണ്ടെങ്കിലേ സുബൈക്കിന്റെ തല പൊന്തുള്ളൂ, അസറിന്റെ തല പൊന്തുള്ളൂ. അപ്പോഴേക്കും മനസ്സ് മാറും. ഞാനത് ചെയ്യൂലെന്ന് കരുതി അതിനെ പോയത്, ഞാൻ നോക്കൂല എന്നാണ് നമ്മുടെ തീരുമാനം. പക്ഷെ അടുത്ത് നോക്കിപ്പോയി. അതെന്തേ? ആ മനസ്സ് അങ്ങനെയാണ്. അതൊരു പരീക്ഷണാണ്. നമ്മുടെ ഇഞ്ചൻ അങ്ങനെയാണ്. നല്ലോണം പരിചരിച്ചാലല്ലാതെ സാധനം നിന്ന് കിട്ടൂല. കലബ എന്ന് പറഞ്ഞതിന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പണ്ഡിതന്മാര് പറയാണ്, ഒരു തൂവല് കണ്ടിട്ടില്ല നിങ്ങൾ? ഒരു തൂവല്, ആ തൂവൽ ഇങ്ങനെ തലത്തിന് കിടക്കാൻ ഒട്ടിക്കും. അതിലേക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ തൂവൽ ഇങ്ങനെ നിൽക്കുമോ? ഇല്ലല്ലോ, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ഇളക്കല്ലേ, ഇതുപോലെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, ആ ഹൃദയത്തെ നിന്റെ ദീനിൽ എനിക്ക് നീ മരണം വരെയും ഉറപ്പിച്ചു നിർത്തി തരണേന്നാണ് നമ്മുടെ ഒരു ആവശ്യമാണ് സുഹൃത്തെ. സ്വർഗം കണ്ട് മരിക്കണം നമ്മൾ ആഗ്രഹിക്കണ്ടോ? അത് നേടിയേ പറ്റുന്നതാണ്. നമ്മൾ ഈ ചെയ്തു വെച്ച നന്മകളൊക്കെ സ്വീകരിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുന്നുണ്ടോ? നമുക്ക് ഉണ്ടാകേണ്ട കാര്യം അതാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളി. ഞാൻ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. നിരന്തരമായ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്നി ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ പ്രാർത്ഥന അതൊക്കെ പഠിച്ചു. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയതാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ ശ്രദ്ധിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയുക, നല്ല ആളുകളോടൊപ്പമുള്ള സഹവാസമാണ്. നിങ്ങൾ എഴുതി വെച്ചാണ്. നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് റമദാനിക്കൊക്കെ ഇങ്ങനെ ആ പിന്നെന്താ പറയാ കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞു അവിടേക്ക് തന്നെ നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് ആരോടെ നല്ലോണം ആലോചിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ആരോടെ നമ്മൾ ആലോചിക്കണം. നമ്മളങ്ങനെ ചടപ്പിക്കണം. നമ്മളിങ്ങനെ പള്ളിക്ക് പോകുമ്പോൾ ബാക്കിൽ തട്ടിട്ട് വേറെ എടുക്കലും കൊണ്ടാണ് നമ്മുടെ ഈമാനിൽ സഹായിക്കാത്തൊരു കൂട്ടാണ് നമ്മളെങ്കിൽ എഴുതി വെച്ചോളിയും നമ്മൾ ആ ടീമിന്റെ കൂടെ ആയിരിക്കണം. ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവൻ തന്റെ കൂട്ടുകാരന്റെ ആദർശത്തിലാന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആരോടൊപ്പമാണ് നടക്കുന്നത് ആലോചിച്ചോളിന്നാണ്. തഖ്വയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശ്രദ്ധിച്ചേ, യാ അയ്യുഹല്ലദീന ആമനൂ ഉത്തഖുല്ലാഹ വകൂനൂ മഅ സ്വാദിഖീൻ. അല്ലാഹുവിന്റെ അടിമകൾ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞു, വകൂനൂ മഅ സ്വാദിഖീൻ, സത്യസന്ധന്മാരായ മനുഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നിന്നോന്നാണ്. അല്ലെ, തഖ്വ പ്ലസ് കൂട്ടുകെട്ട്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തിയറിയാണ്, സിദ്ധാന്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഈമാനികമായിട്ട് ഒന്നുകൂടി താഴോട്ട് പോകുമ്പോഴേക്ക് എന്താ എന്നെ പള്ളിയിൽ കണ്ടില്ലല്ലോ, എന്താ പഴയ പോലെ ഉഷാറല്ലല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടെ പിറകിൽ തട്ടാൻ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ, ഒരു 4 ആദർശ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, സുഹൃത്തെ നമ്മുടെ കരുത്താണ്, ദുനിയാവിലെ വലിയ സമ്പാദ്യമാണത്. അങ്ങനത്തെ ആളുകളെ കൂടെ ഉണ്ടായിക്കോട്ടെ, അങ്ങനത്തെ ഒരാളുടെ കൂടെ നമ്മൾ ഉണ്ടായിക്കോട്ടെ.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ട് എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ നല്ലോണം ആലോചിക്കണം. മറ്റൊന്ന് സാഹചര്യമാണ്. സാഹചര്യം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലേക്കാണ് ഞാനിങ്ങനെ, ഏത് സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് എനിക്ക് ആ തെറ്റ് പറ്റണമെന്ന് പഠിച്ച് അതില്ലാതിരിക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിൽ എത്തിച്ചു തരട്ടെ. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. അല്ലാഹ് പറഞ്ഞ വാക്കാണത്. നിന്റെ വിഷയത്തിൽ ആരെങ്കിലും പരിശ്രമിക്കാൻ തയ്യാറുണ്ടോ? പരിശ്രമിക്കാൻ തയ്യാർ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സുഹൃത്തെ, അള്ളാഹ് നടത്തി തരുന്നതാണ്. അള്ളാഹ് നടത്തി തരുന്നതാണ്. റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബിനോട് പ്രാർത്ഥിക്കണം, നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ആ റമളാനിൽ ആ വിശുദ്ധി ഇൻഷാ അല്ലാഹ് പരമാവധി കൈമോശം വരാതെ പടച്ചോൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചുവരവായിക്കൊണ്ട്, ഒരു യൂ ടേൺ ആയിക്കൊണ്ട് ഇതിനെ മാറ്റി തരണേ എന്നെ പ്രാർത്ഥിച്ച് അതിൽ നിന്നും എന്നെ പിറകോട്ടടിപ്പിക്കുന്ന എല്ലാ കാരണങ്ങളെയും തുടക്കത്തിൽ തന്നെ എന്നെ അറിയിച്ചു തന്ന് അതിൽ നിന്നും പരിപൂർണമായി മുക്തിക്ക് ആവശ്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാനുള്ള തൗഫീഖ്, ഒരു ഉറപ്പ് പടച്ചോനിക്ക് തന്നെ പറ്റൂ എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിച്ചാൽ അതിനുവേണ്ട പ്ലാനിങ്ങും പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്കുള്ളത് തന്നെയാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ തുടങ്ങി വെച്ച എല്ലാ നന്മകളും ഇനിയും തുടരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. തൗബ ചെയ്ത് മടങ്ങിയ തെറ്റുകളിലേക്ക് ഒരു നിലക്കും അടുത്തു പോകാതിരിക്കാനുള്ള വലിയ ഒരു സംരക്ഷണ ഭിത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്നും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.